എന്നെ എടുത്ത് പൊക്കാൻ പറ്റുമോ പോവാ? പൊക്കാൻ മീൻസ് പറ്റുമോ? മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അസൂയ കുശുമ്പോ ഉണ്ടാവും, അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ലത് കൊടുത്തിട്ടുണ്ട്, നല്ലത്. നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ അനുമോളുടെ കല്യാണം കഴിഞ്ഞ ദിവസമായിരുന്നു. അനുമോളുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിൽ പിന്നെയാണ് അനുമോൾക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് അതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലുള്ള നെഗറ്റീവ് കമന്റ്സുകൾ ഓരോരുത്തരും ഇടുന്നുണ്ട്. അനുമോളുടെ ഭർത്താവിനെ കുറിച്ച്, ഒരു തമിഴനാണ്, കേരളത്തിലെങ്കിലും ചെറുക്കനില്ലാത്തതുകൊണ്ടാണോ പോയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അത് തമിഴ്നാട്ടിൽ നിന്ന് കെട്ടണോ? ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള സ്ഥലമല്ലേ ഈ പറയുന്ന തമിഴ്നാട്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കെട്ടിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആ ചെറുക്കനെ നല്ല സ്മാർട്ട് ഒരു ചെറുക്കനാണ്. ആ ചെറുക്കനെ കണ്ടപ്പോൾ അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരു പ്രത്യേക സ്ഥലത്തു നിന്നാണ് ഈ പറഞ്ഞ ബാഡ് കമന്റ്സ് ഒക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ ആ കല്യാണം എന്ന് കഴിഞ്ഞോ അന്ന് മുതൽ അതിന് താഴെ വന്ന് ഓരോരുത്തർ വന്ന് കരച്ചിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി കരച്ചിൽ. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, ഇതിനൊന്നും മുഖമില്ല. മുഖം ഉള്ളത് കുറച്ചേ ഉള്ളൂ, പക്ഷെ ബാക്കിയുള്ളതിനൊന്നും മുഖമില്ല. എന്ന് വെച്ചാൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ കമന്റുകൾ മൊത്തം ഇടുന്നത്. ആ പുള്ളി ഒരു തമിഴനാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഓരോ ഇത് ചെയ്യുന്നുണ്ട്. എന്തോ കേരളത്തിൽ നിന്ന് ആൾക്കാരെ കിട്ടാത്തിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോസ്റ്റ് ഇടുക, വീഡിയോ ഇടുവാണ്. കേരളത്തിലെ ആണുങ്ങളൊക്കെ സൂക്ഷിക്കണം, ഇനി കേരളത്തിലെ പെണ്ണുങ്ങളെ ബംഗാളികളൂടെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആൺപിള്ളേർക്ക് കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങൾ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അവരുടെ കുടുംബത്തിന്റെയും ആ പെണ്ണിന്റെ ഇഷ്ടമല്ലേ ഞാൻ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇന്ത്യ മഹാരാജ്യത്തല്ലേ ഈ പറഞ്ഞ തമിഴ്നാടാണേലും കർണാടക ആണേലും ഏത് സംസ്ഥാനമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് അങ്ങ് കുരുപൊട്ടുക. അപ്പൊ ആ ബാഡ് കമന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നമുക്ക് അനുമോളുടെ കുറച്ച് നല്ല നല്ല വീഡിയോസ് കാണാം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളത്. ഭയങ്കര ബോറാകുന്നു. ഞാനാണ് നടക്കേണ്ടത്, നീ അല്ല. ഞാനല്ല നടന്നു പോകണ്ടേ? കണ്ടാ, ഞാനാ നടക്കേണ്ടത്. ഞാനാ നടക്കേണ്ട, താങ്കളല്ല നടക്കേണ്ടത്. ശോഭന കൊണ്ടുവരണല്ല ഒരു ഇങ്ങനെ. ഹലോ ഹലോ ഹലോ, നിന്നെക്കാളും ശക്തി എനിക്കുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് സന്തോഷം തോന്നും ഇത് കാണുമ്പോൾ. എന്ന് വെച്ചാൽ ആ കുട്ടി അതുപോലെ അനുമോള് സന്തോഷവതിയാണ്. നമുക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം കല്യാണം എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെയാണ്. ആ കല്യാണ പയ്യന്റെ കൂടെ വീഡിയോ എടുക്കുന്നതും അതൊക്കെ ആ സമയത്ത് കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. ആ കല്യാണത്തിന്റെ ദിവസമുള്ള ആ ഒരു ഫീലിംഗ്, ആ കല്യാണത്തിന്റെ ദിവസം, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞുള്ള ഫോട്ടോഷൂട്ട്, അത് കഴിഞ്ഞുള്ള അവരുടേതായ സമയങ്ങൾ, ഇതൊക്കെ അവർക്ക് വളരെയേറെ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ്. അതിനിടയ്ക്കാണ് ഓരോരുത്തർ പോയിട്ട് ഈ കമന്റോളികൾ വന്നിരുന്ന് കമന്റ് ചെയ്യുന്നത്, ബാഡ് കമന്റ്സ് ചെയ്യുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് ഈ പറയുന്ന അനുമോള് തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇതിന് ശേഷം അത് കാണാം. അവരുടേതായ നിമിഷങ്ങളിലേക്ക് നമുക്ക് കുറച്ചു നേരം പോവാം. അതറിയില്ലല്ലേ, അതറിയില്ല. എന്നെ എടുത്ത് പൊക്കാൻ പറ്റുമോ പോവാ? പൊക്കാൻ മീൻസ് പറ്റുമോ? നോക്കട്ടെ. 80 80 എനിക്ക് 50 കാണുന്നത്. ജിമ്മിൽ പോയി 100 കിലോ, ജിമ്മിൽ പോയി 100 കിലോ ട്രൈ ചെയ്യും. അതാ എന്നെ അവിടെ ചേട്ടനൊക്കെ ഇന്ന് നോക്കി, ചേട്ടനൊക്കെ നോക്കി ചിരിക്കുന്നു. ചേട്ടനൊക്കെ കല്യാണം കഴിച്ചു നോക്കി. ചുരുക്കത്തിൽ പുള്ളിക്ക് കൂടുതലും മലയാളം അറിയത്തില്ല. മലയാളം എന്താണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പുള്ളി ഇനി പഠിച്ചു വരണം. പക്ഷേ എനിക്ക് തോന്നുന്നു അനുമോൾക്ക് കുറച്ചൊക്കെ തമിഴ് അറിയാൻ തോന്നുന്നു. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും, അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നമുക്കിത് കാണുമ്പോഴേ അറിയാം. മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ പോരാ ഇന്നതാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അതിനകത്ത് പേര് ചോദിക്കുമ്പോൾ പുള്ളി കല്യാണ ദിവസം, കല്യാണം കഴിഞ്ഞിട്ട് അവർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുവാ ധൃതിയിൽ. ഉടനെ വീഡിയോക്കാർ പോയിട്ട് പേരെന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. പുള്ളി സംസാരിക്കാതെ ഇങ്ങനെയൊക്കെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് പുള്ളി എന്താ പറയുന്നത് പോലും പുള്ളിക്ക് അറിയത്തില്ല. ഇപ്പൊ ഒന്നും സംസാരിക്കാതെ പോകുന്ന കണ്ടപ്പോൾ കുറെ പേര് കമന്റ് ഇട്ടിരിക്കുകയാണ്, ഇവർ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പേര് പോലും പറയാൻ അറിയത്തില്ല എന്നൊക്കെ. പേര് പറയാൻ അറിയാത്തൊന്നുമില്ല, അതൊരു ടെൻഷൻ പിടിച്ച സമയമാണ്. ആ സമയത്ത് പുള്ളിക്ക് എന്തോ പറയാൻ തോന്നിയില്ല. അതിന് എത്രമാത്രം കമന്റുകളാണ്. പുള്ളിക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ, പുള്ളി എന്താ മിണ്ടാതിരിക്കുന്നത്, പുള്ളിക്ക് പേര് പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇത് കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ട് അനുമോളെ കുറ്റം പറയുക.
അതാണ് ആ കമന്റ് ഇടുന്നവരുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ കമന്റ് ഇടുന്നവരിൽ ഒരു 90% ഈ ഫേസ് ഇല്ലാത്തവരാണ്, ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന് ഇടുന്നവരാണ്. മാരേജ് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ് നമ്മളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഹോട്ടലിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഭുവനേഷ്. അതെ, കുറേ വരുന്ന വഴി കുറേ വിശേഷങ്ങളൊക്കെ പറയാം. എന്താണ്, എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ, ലവ് മാരേജ്, നിറയെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. ഇതെന്താ, എങ്ങനെയാണ് ഇവർ കണ്ടുമുട്ടിയത്, ഇവരുടെ ബന്ധം എന്നുപോലെയാണ് തുടങ്ങിയത് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം എന്നാണ് പറയുന്നത്. അത് ഈ പറയുന്ന അനുമോളുടെ തന്നെ യൂട്യൂബ് ചാനൽ വഴി പറയുന്നതാണ് അനുമോൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. ഇനി വേറെ ആരെങ്കിലും ചാനലുകാർ വന്നിട്ട് ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുമായിട്ട് നമുക്ക് അറിയാമായിരിക്കാം ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നൊക്കെ. ചില ഒരുപാട് പേര് പറയുന്നുണ്ട് ലവ് മാരേജ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുവാണെങ്കിൽ ആയിക്കോട്ടെ, സ്നേഹിക്കാൻ പറ്റത്തില്ലേ? ഈ ലോകത്ത് സ്നേഹിക്കാനും പാടില്ലേ? ലവ് മാരേജ് ആണെങ്കിൽ എന്താണ് കുഴപ്പം? ലവ് മാരേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും അവരുടെ കല്യാണം കഴിഞ്ഞു. ചെറുക്കൻ നല്ല സ്മാർട്ടാണ്. അത് കണ്ടിട്ട് പിടിക്കാത്ത കുറെ എണ്ണം കുരു പൊട്ടിക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അതും കൂടി ഒന്ന് പറയണമല്ലോ. ആ ചെറുക്കൻ എന്താണ് കുഴപ്പം? നല്ല സ്മാർട്ട് ഒരു പയ്യൻ, നല്ല സ്മാർട്ട് പയ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമേ പുള്ളി സംസാരിക്കത്തുള്ളൂ, എന്നാലും കാര്യങ്ങൾക്ക് സംസാരിക്കുന്നുമുണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, മലയാളം അറിയാത്തതുകൊണ്ടാണ്. അതുപോലെ ഇത്രയും മീഡിയാസിനെയൊക്കെ പുള്ളി ആദ്യമായിട്ടായിരിക്കാം ഫേസ് ചെയ്യുന്നത്, ഇത്രയും വലിയ ക്രൗഡിനെയൊക്കെ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്ക് ഉണ്ടാകുന്നുണ്ട്. പോകെ അത് ശരിയാവും. ഇവർ തമ്മിൽ ഒരു റീലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ എന്ത് ഫ്രീ ആയിട്ടാണ് പുള്ളി ആ റീലൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം പുള്ളിക്ക് ആ ഒരു ബുദ്ധിമുട്ടാണ്. ഈ ക്യാമറകളൊക്കെ ഒരുപാടൊക്കെ മുന്നേ വന്ന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ പുള്ളിക്ക് പറയാനൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ആർക്കും ഉണ്ടാവും. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയ കാര്യങ്ങളും അതിന്റെ എല്ലാം വഴിയെ പറയാം എന്നാണ് ഈ പറയുന്ന അനുമോള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലക്ഷ്മി നക്ഷത്രയൊക്കെ കല്യാണത്തിന് പോയിരുന്നു. അതിനുശേഷം ലക്ഷ്മി നക്ഷത്ര ഈ പറയുന്ന അനുമോളെ അനുഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ അനുമോളെ അത് കണ്ണ് നിറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്രയുടെ. അത് അവർ തമ്മിലുള്ള ഒരു ബോണ്ടാണ്, അവർ തമ്മിലുള്ള സ്നേഹമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിലും കണ്ടതാണ്. ഇവർ തമ്മിൽ നല്ല ബന്ധമാണ്. ഈ ബന്ധം തന്നെ ഇല്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ എത്രയോ പേരുണ്ട്. അനുമോളും ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രയും തമ്മിൽ ഭയങ്കര വഴക്കാണ്, ഉടക്കി പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയതാണ്. ബാഡ് കമന്റ് ഇടുന്നവർക്കുള്ള മറുപടി അനുമോള് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് കേൾക്കാം. ഇടുന്നുണ്ട് കുറച്ച് പേര്. അതാരാ ഒരു പണിയില്ലാത്ത പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ ബുവ, ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്ന് രാവിലെ എന്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്, എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ? ഡിലീറ്റ് ചെയ്താ? അവ ഡിലീറ്റ് ചെയ്താ? അല്ല, സ്ക്രീൻഷോട്ട് ഉണ്ട് എന്റെ. ഒരാള് എന്റെ പൂവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും, അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക്, എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും പൂവന്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തികളാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമന്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ കമന്റ്സുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള, അങ്ങനെയുള്ള കുറെ കമന്റ്സുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ കമന്റുകളൊക്കെ ഞാനും കണ്ടതാണ് കേട്ടോ. അതിനകത്ത് ഒരുപാട് എഴുതിയിട്ടുണ്ട്. എന്തോ തമിഴനല്ലേ, അവനാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ചെയ്യും, 2 മാസം കഴിയുമ്പോൾ ഡൈവോഴ്സ് ചെയ്യും, ഈ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല, എന്തൊക്കെയാ പറയുന്നത്. കല്യാണം കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള കമന്റുകളാണ് അതിന് താഴെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് അസൂയ കുശുമ്പൊക്കെയാണ്, മറ്റൊന്നുമല്ല. അനുമോൾ ജീവിക്കണ്ടേ? അനുമോൾക്ക് കല്യാണം കഴിക്കണ്ടേ? എനിക്ക് തോന്നുന്നു ഈ ഹേറ്റേഴ്സ് ഒക്കെ വിചാരിച്ച് കാണും, ഈ കമന്റ് ഇടുന്നവരൊക്കെ വിചാരിച്ചാണ് അനുമോൾ ഇങ്ങനെ കല്യാണം ഒന്നും കഴിക്കാതെ ഇങ്ങനെ നടന്നോളൂ, അവർക്ക് എവിടുന്ന് ചെറുക്കനെ കിട്ടാനാന്നുള്ളൊരു ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ആ കമന്റിൽ അങ്ങനെയും വരുന്നുണ്ടായിരുന്നു. ഈ ഇവർക്ക് ചെറുക്കനെ കിട്ടിയോ എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വരുന്നുണ്ടായിരുന്നു. എന്തുവാടേ, ചെറുക്കനെ കിട്ടിയെന്ന് മാത്രമല്ല നല്ല സ്മാർട്ട് ആയിട്ടൊരു ചെറുക്കനെ കിട്ടി, നീയൊക്കെ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയും കമന്റ് ഇട്ടുകൊണ്ടിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ ഒരു പെണ്ണ് ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങ് മേയുക. എന്തോ മനുഷ്യന്മാരാണോ? ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്.
ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞാടെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്. ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പം ഉണ്ടാവും. അത് തന്നെയാണ്. നമ്മളിനി ഒന്നും പറയേണ്ടതെല്ലാം ഈ പറഞ്ഞ അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് ഇതിലും നല്ല മറുപടി വേറെ ഇല്ല. ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ചുമ്മാ ഇരുന്ന് അവന്റെയൊക്കെ കുടുംബത്തില് ചിലപ്പോൾ സന്തോഷമൊന്നും കാണത്തില്ല. അതുകൊണ്ട് അവന്മാരിങ്ങനെ ഇട്ട് അവന്മാരെ ഇത് തീർക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റാണ്. അനുമോള് പറഞ്ഞതേക്കുള്ളൂ. നമുക്കിനി എന്താണ് അതിനകത്ത് പറയാനുള്ളത്? അതുപോലെ തന്നെ അനുമോള് പറയുന്നുണ്ട്, ഏതോ ഒരു ചാനലിൽ ഏതോ ഒരു വീഡിയോ, അതിനകത്ത് അനുമോളുടെ വേറൊരു ചെറുക്കന്റെ ഫോട്ടോ വെച്ചിട്ട് അകത്ത് കയറുമ്പോഴത്തേക്ക് അനുമോളും ഹസ്ബൻഡും ഉള്ള വീഡിയോ, പക്ഷെ വെളിയിൽ കാണിച്ചിരിക്കുന്നത് വേറൊരാളുടെ ഫോട്ടോയൊന്നും. എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലാണ് അനുമോളെ കൂടുതൽ പേര് അറിയാൻ തുടങ്ങിയത്. സ്റ്റാർ മാജിക്കിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാലും അനുമോള് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായതും അനുമോൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായതും ഈ ബിഗ് ബോസിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഈ ഹേറ്റേഴ്സ് ഓക്കെ, അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവര് ഇഷ്ടപ്പെടണ്ട, ആരും ഇഷ്ടപ്പെടാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, അതിന്റെ കല്യാണമായിരുന്നു. അതിന്റെ കല്യാണം കഴിഞ്ഞ് അത് അതിന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ്. ആ പോകുന്ന സമയത്തെങ്കിലും മനസാക്ഷി ഉള്ളവർ ഒരു ആശംസ അറിയിക്കും. എന്ന് വെച്ചാൽ എത്ര ഹേറ്റ് ആണെന്ന് പറഞ്ഞാലും എന്തുവാണെന്ന് പറഞ്ഞാലും ഒരു ആശംസ എഴുതും. അതല്ല, അപ്പോൾ തന്നെ അതിനടിയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കണ്ട ഒരുപാട് കമന്റ്സ് ഉണ്ട്. നമുക്ക് അതൊന്നും ഇവിടെ പറയാൻ പറ്റാത്ത ഒരുപാട് കമന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള കമന്റ് വരെ ചെയ്തിട്ടുണ്ട്. ഈ ചെറുക്കനെ കൊള്ളത്തില്ല, ഈ ചെറുക്കനെ എവിടുന്ന് കിട്ടിയെന്ന്. അവന്റെ കണ്ണാദ്യം കുത്തിപ്പൊട്ടിക്കണം. ഈ ചെറുക്കനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവന്റെ. ഇതിൽ നല്ല സ്മാർട്ടായ ഒരു പയ്യനെ എന്തായാലും അനുമോൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അനുമോൾക്ക് നല്ല സുന്ദരനായ ഒരു ചെറുക്കനെയാണ് കിട്ടിയിരിക്കുന്നത്. അത് എനിക്ക് പലരും ബിഗ് ബോസിന്റെ കഥയൊക്കെ എടുത്തിടുന്നുണ്ട്. എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു. ആ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഒന്നാകാൻ പോകുന്ന അടുത്ത ബിഗ് ബോസ് തുടങ്ങാറായി. അപ്പോഴും അനുമോൾക്ക് എന്തെങ്കിലും നല്ലത് വന്നു കഴിഞ്ഞാല് നേരത്തെ ഉള്ളതുപോലെ തന്നെ എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ ഉടനെ അങ്ങ് വന്ന് പഴി പറയുക. അപ്പൊ ഈ കമന്റ് ഇടുന്നവര് കമന്റ് ഇട്ടുകൊണ്ടിരിക്കും, അവര് ജയിപ്പിച്ച് മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. അസൂയ കുശുമ്പം ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ലത്. അപ്പൊ ഇനിയിപ്പോ ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സത്യം പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അത് പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ കമന്റ് ഇടുന്ന പോലെ അല്ല, അതുപോലെയാണ് കമന്റ് ഇടുന്നത്. ജീവിതത്തിന് അകത്തോട്ടൊക്കെ കയറിയ കമന്റ് ഇടുന്നത്. അവര് പറയുന്നതൊക്കെ ഒരു വൾഗാരിറ്റി ഉള്ള കമന്റുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഞാൻ കണ്ടു കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ആ കമന്റിനെയൊക്കെയാണ് ഈ പറഞ്ഞത്. അതും കൂടുതലും ഫേസ്ബുക്കിലാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ അത്രയില്ല, യൂട്യൂബിലും അത്രയില്ല. പക്ഷേ ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ അതുപോലെയാണ് കമന്റ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഫേസ്ബുക്കിൽ വരുന്നവർക്ക് മുഖമൊന്നുമില്ല. അത് രണ്ടാമത്തെ കാര്യം. ഇവന്മാർക്കൊന്നും മുഖമില്ല എന്നുള്ളത്. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ഫോട്ടോ വെക്കുന്നു, ഒരു പൂവിന്റെ ഫോട്ടോ വെക്കുന്നു. അതിനകത്ത് നിന്നൊക്കെയാണ് ഞാൻ കയറി നോക്കി ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിയതിൽ ഒരു 90% ഒറിജിനൽ അല്ല, ഫേക്ക് അക്കൗണ്ടിലാണ് കമന്റ് ഇടുന്നത്. അങ്ങനെയും കുറച്ച് ഫേക്ക് കോളികൾ. അപ്പൊ ഞങ്ങളുടെ സന്തോഷം, സമാധാനം, അതാണ് നിങ്ങളുടെ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഒരുപാട് പേര് വിഷയൊക്കെ ചെയ്ത് വീണ്ടും താങ്ക്സ് പറയാണ്. ഒരുപാട് സന്തോഷവും നന്ദി. ഒരുപാട് അമ്മമാരുടെയും ഒരുപാട് ഫാമിലിയുടെ കുറേ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് മെസ്സേജിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവർക്കും ചക്കര ഉമ്മ കൊടുക്കൊടു. ചക്കര സ്വീറ്റ് ആയിട്ടുള്ളതാണ്. പറ. ഓക്കെ, ഇത് കൊടുക്കും. അയ്യോ, അതല്ല, ലൈക്ക് ഷെയർ, അത് അവരുടെ ഇഷ്ടം. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുള്ളിക്ക് മലയാളം ഒട്ടും അറിയത്തില്ല. അതെന്താ പറയുന്ന പോലും അറിയത്തില്ല. അപ്പം ചക്കര ഉമ്മ കൊടുക്ക എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല അതെന്താണെന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. ഇത് പുള്ളി ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഇപ്പൊ ഒരുമിച്ച് ജീവിക്കാൻ ഭാഷയൊന്നും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ പഠിച്ചോളും, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചോളും. ഈ ഭാഷയെ പറ്റി കുറ്റം പറയുന്നവരുണ്ട്. തമിഴ്നാട്ടുകാരൻ കേരളത്തിൽ നിന്ന് പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് അത് കുറെ എണ്ണം അങ്ങനെ കിടന്ന് കരയുന്നു. എന്തുവാടെ ഇതൊക്കെ? അനുമോൾ ഇപ്പൊ കല്യാണം കഴിച്ചതാണെന്ന് തോന്നുന്നു ഇവരുടെയൊക്കെ വിഷയം. അനുമോൾ കല്യാണം കഴിക്കാതിരിക്കണമായിരുന്നു. ഈ കമന്റ് ഇടുന്നവരൊക്കെ കമന്റ് കണ്ടു കഴിഞ്ഞാൽ അനുമോൾ കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കണമെന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ വൾഗറായ ഒരുപാട് കമന്റ് വരുന്നുണ്ട്. അതൊന്നും നമുക്കിവിടെ വായിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് വായിക്കാൻ താല്പര്യമില്ല. അവരുടെ ജീവിതമാണ്, സന്തോഷകരമായ നിമിഷങ്ങളാണ്. ആ നിമിഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ ആ സമയത്ത് പോയിട്ട് ഇങ്ങനെയുള്ള കമന്റുകളൊന്നും ചെയ്യാതിരിക്കുക. എന്തെങ്കിലും കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കമന്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും കോൺട്രവേഴ്സികളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് എന്ത് കോൺട്രവേഴ്സി ഇരിക്കുന്നു? അനുമോൾ കല്യാണം കഴിച്ചത് ഒരു കോൺട്രവേഴ്സിയാണോ? അപ്പം ഇതൊരു പ്രത്യേക വിഭാഗം, പ്രത്യേകതരം ആൾക്കാർ എന്തോ കരുതി കൂട്ടിയൊക്കെ ചെയ്യുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കമന്റുകൾ പലതും കോപ്പി പേസ്റ്റ് കമന്റുകളും ഉണ്ട്.
ഒരുപാട് കോപ്പി പേസ്റ്റ് കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അവരുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. അസൂയ ഉള്ളവർ അവിടെ ഇരുന്നുകൊണ്ട് അസൂയപ്പെടട്ടെ. അസൂയപ്പെട്ട് അവരുടെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ. എങ്ങും എത്താതെ ഇങ്ങനെ പോകത്തേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്ന് വെച്ചാൽ വൾഗാരിറ്റി കൂടുന്ന രീതിയിൽ ബാഡ് കമന്റുകൾ വല്ലതും കണ്ടാൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കുന്നവരെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും അനുമോൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അനുമോൾ അത് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളിനി എത്ര പറഞ്ഞാലും ഈ കമന്റ് ഇടുന്നവര്, ഈ ബാഡ് കമന്റ് ഇടുന്നവരും ഈ വൾഗാരിറ്റി കമന്റ് ഇടുന്നവരൊക്കെ അത് ഇട്ടുകൊണ്ടേയിരിക്കും. അവരോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് അനുമോൾ പറഞ്ഞു തന്നെയാണ് അതിന് ഉത്തരം. നിന്റെയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഇടുമെന്ന് അനുമോൾ പറയുന്നുണ്ടല്ലോ. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നമുക്കൊരു കൂടുതലും പറയാനില്ല. അനുമോൾ അതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നല്ലൊരു ലൈഫ് മുന്നോട്ടുണ്ടാകട്ടെ, നല്ലൊരു ജീവിതം, നല്ലൊരു ജീവിതം, നല്ലൊരു ഫാമിലി ലൈഫ് അനുമോൾക്കുണ്ടാകട്ടെ എന്നേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. അനുമോൾ ഇപ്പോൾ സന്തോഷവതിയാണ്. അതിന്റെ സന്തോഷം കളയാൻ വേണ്ടി കുറെ പേര് കമന്റ് ഇടുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനാണ് അനുമോൾ പ്രതികരിച്ചത്. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.